നടി ആശാ ശരത്തിന്റെ നേതൃത്വത്തിലാണ് സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം അവതരിപ്പിക്കപ്പെട്ടത്. വിവിധ കലാരൂപങ്ങളുടെ സംഗമമായി കൂടി സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം മാറുന്നതാണ് നമ്മൾ കണ്ടത്. കവി കുരീപ്പുഴ ശ്രീകുമാറിന്റെ വരികൾക്ക് രമേശ് നാരായണനാണ് ഈണം പകർന്നത്. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ഇനി ആരംഭിക്കും. വേദിയിലേക്ക് വിശിഷ്ടാതിഥികൾ എത്തും. ഇപ്പോൾ നടന്ന സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം ആശാ ശരത്തിന്റെ നേതൃത്വത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ ആശാ ശരത് മുഖ്യ അതിഥിയായിരുന്നു. അന്ന് തന്നെ ഇത്തരം ഒരു അവതരണത്തിനുള്ള അനുമതി ആശാ ശരത്ത് തേടിയിരുന്നു. ആ നിലയിൽ ആണ് സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാര ചുമതല ആശാ ശരത്തിന് ലഭിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചിട്ടപ്പെടുത്തിയതാണ്. പക്ഷേ വിവിധ കലാരൂപങ്ങളൊക്കെ അണിനിരക്കുന്ന വളരെ മനോഹരമായ ഒരു സ്വാഗത ഗാനത്തിന്റെ നൃത്താവിഷ്കാരമാണ് നമ്മൾ കണ്ടത്. അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. ഇന്ന് 50-ലധികം ഇനങ്ങളാണ് അവിടെ മത്സര ഇനങ്ങളാണ് ഇന്നുള്ളത്. 59 ഇനങ്ങളിൽ ആദ്യ ദിനം മത്സരങ്ങൾ നടക്കുന്നു. 14,000-ഓളം മത്സരാർത്ഥികൾ 5 ദിവസങ്ങളിലായി വിവിധ വേദികളിൽ എത്തും. MG മിഥുൻ അവിടെ നിന്ന് ചേരുകയാണ്. മിഥുൻ, സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരമായിരുന്നു, വളരെ വർണ്ണാഭമായിരുന്നു. നിരവധി കലാരൂപങ്ങളുടെ സംഗമമായി തന്നെ അത് മാറുന്നതാണ് കണ്ടത്. ഒരുപാട് പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ, ഉദ്ഘാടന ചടങ്ങ് കാണാനൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ജനപങ്കാളിത്തം? അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുമോ? തീർച്ചയായും വലിയൊരു ജനപങ്കാളിത്തം തന്നെയാണ് നമുക്ക് ഈ ഉദ്ഘാടന ചടങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2,500-ലധികം പേരെ ഉൾക്കൊള്ളിക്കാവുന്ന തരത്തിലാണ് പ്രധാന വേദി തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയ ഒരു ഗ്രൗണ്ടാണ് ഈ അസാം മൈതാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വന്നാൽ പോലും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലം കൂടിയാണ് ഇത്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വേദിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർഷകർ പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യമാകുന്ന. അല്പസമയത്തിന് മുമ്പ് ആശാ ശരത്തിന്റെ നേതൃത്വത്തിലുള്ള സ്വാഗതഗാന നൃത്തം നമ്മൾ കാണുകയും ചെയ്തു. ഇനി അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. നേരത്തെ 9 മണിയോട് കൂടിയാണ് ഈ ഒരു കലാമാമാങ്കത്തിന് കൊല്ലത്ത് തിരിതെളിഞ്ഞത്. അതിന്റെ പതാക പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉയർത്തിയോടുകൂടി തിരിതെളിയുകയും ചെയ്തു. മത്സരക്രമങ്ങൾ ഇനി 11 മണിക്ക് ശേഷമാണ് ആരംഭിക്കുന്നത്. 11 മണിയോടുകൂടിയാണ് ആദ്യ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ പ്രധാന ഇനം ഗ്ലാമർ ഐറ്റം എന്ന് പറയുന്നത് സംഘനൃത്തം തന്നെയാണ്. അതിനുശേഷം വിപുലമായ രീതിയിൽ ഒരുക്കങ്ങൾ ആരംഭിക്കും. ഒപ്പം തന്നെ ഇന്ന് പ്രധാനപ്പെട്ട മറ്റു മത്സരങ്ങൾ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതായത് അതിലൊന്ന് മാർഗം കളിയും ഒപ്പം തന്നെ കോൽക്കളി അടക്കമുള്ള തനത് കലാരൂപങ്ങളൊക്കെ തന്നെ വേദിയിലേക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ വിപുലമായ രീതിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ആ ഷെഡ്യൂൾ പ്രകാരം 6 മണിയോട് കൂടി തന്നെ അവസാന മത്സരം നടക്കുന്ന, ഒപ്പം തന്നെ രാത്രി 9 മണിയോട് കൂടിയിട്ട് അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് സമയം വൈകിയത് മൂലം രാത്രി വളരെ വൈകി മത്സരങ്ങൾ അവസാനിക്കുന്ന പതിവ് മുൻകാലങ്ങളിലുള്ള കലോത്സവങ്ങളുണ്ട്. പക്ഷേ അത് ഇത്തവണ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടവും തന്നെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ പറയുന്നത്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിരിക്കുന്നു. അത് ഇനി ഇന്നത്തെ മത്സരക്രമം എത്രത്തോളം രീതിയിൽ നീണ്ടുപോകും, അല്ലെങ്കിൽ ഈ കൃത്യമായ രീതിയിൽ സമയക്രമം പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കണ്ടറിയേണ്ടതായിരിക്കുന്നു. എന്തായാലും വിദ്യാർത്ഥികൾ എല്ലാം തന്നെ, ഈ കലാപ്രതിഭകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ മിക്ക വിദ്യാർത്ഥികളും പ്രതിഭകളെല്ലാം തന്നെ കൊല്ലത്തിന്റെ മണ്ണിലേക്ക് ചുവടുവെച്ചിരിക്കുന്നു. ഏതായാലും അവരെ വരവേൽക്കുന്നതിന് വേണ്ടി കൊല്ലം നഗരിയും ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ നമുക്കിവിടെ വീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് പുറമെ കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്നുള്ള ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തിയാണ്. ഇനിയുള്ള 5 നാൾ ഈ ഒരു കലാമാമാങ്കത്തിന് അവർക്കൊപ്പം കൂടാൻ, ഈ ഒരു പ്രതിഭകൾക്കൊപ്പം കൂടാൻ നമ്മളുമുണ്ട്. കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒപ്പമുണ്ട്.